ഭാര്യക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തത്തിലാണെങ്കിൽ സ്വർഗ്ഗം കിട്ടുന്ന റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിണങ്ങി കിടക്കുമ്പോൾ എങ്ങനെ കിടക്കൽ സാധാരണ? ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞാൽ അടുത്ത ആൾ എങ്ങനെ കിടക്കുക? ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ അല്ലേ? ഒരാൾ ഒരു റാട്ടതുപോലെ ഇങ്ങനെ കിടക്കും, മറ്റേ ആൾ അടുത്ത റാട്ട പോലെ ഇങ്ങനെ കിടക്കും. പിന്നെ ഈ കിടന്നൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ രണ്ടാളുടെയും മനസ്സിലുണ്ടാവും അയാൾ ഇങ്ങോട്ട് നന്നാവാൻ വേണ്ടി വന്നിരുന്നെങ്കിൽ എന്നുണ്ടാവും. പക്ഷെ വരൂല. ഞാൻ നന്നാൻ പോയ ഓള് വിചാരിക്കുന്നത് ഞാൻ മുള്ളു കീഴടങ്ങിയെന്ന്. അങ്ങനെ ഓള് വിചാരിക്കണ്ട. ഈ പെണ്ണിനുണ്ടാവും ഈ രാത്രി വെറുതെ മിസ്സാക്കാണ്, തെറ്റിക്കിടക്കാണ്, വേണ്ടായിരുന്നു നമുക്ക് തോന്നും. ഒരാളിനോട് പറഞ്ഞു, സാറേ ഒരു ദിവസം ഞാൻ എൻ്റെ ഭാര്യ ഇതേപോലെ പിണങ്ങി കിടന്നപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കി, ഓൾ ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടി. അപ്പൊ അതേ സമയത്ത് ഓൾ ഇങ്ങോട്ട് നോക്കിയത്രേ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പ്രശ്നം കഴിഞ്ഞ് അവർ രണ്ടാളുടെ മനസ്സിൽ വെടി നിർത്താനുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടാക്കി വെക്കുക, പിണങ്ങി കിടക്കുമ്പോൾ മെല്ലെ തോണ്ടുക. അപ്പൊ ഇങ്ങോട്ട് തോണ്ടിയാൽ അതിൻ്റെ അർത്ഥം പിണക്കം തീർന്നു. ഒരു വെടിനിർത്തലിന് കരാറിന് ഒരു ക്രൈറ്റീരിയ വേണ്ടേ? അങ്ങനെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് പിണങ്ങി കിടക്കും. ഇസ്ലാമികമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഭാര്യയും ഭർത്താവ് പിണങ്ങി കിടക്കാൻ പാടില്ല. അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമല്ലാത്ത കാര്യം അത്. മരിച്ചു പോയാലോ ഒരാള് ഒരാൾ മരിച്ചു പോയാൽ മറ്റേ ആളെ തൃപ്തി ഉണ്ടെങ്കിൽ സ്വർഗ്ഗമാണ്